വണ്ടി വേഗം ഒറ്റക്കൈയൊക്കെ പിടിച്ച് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ കൈ നന്നായിട്ട് തടിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ അമ്മയ്ക്ക് അറിയില്ല ഞാൻ വരുന്ന കാര്യം, ഇല്ലേ? അമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ വരുന്ന കാര്യം. എനിക്ക് കൈ നൊമ്പലുകൊണ്ട് വേഗം അരുവായിലെത്തണം. ഇതെല്ലാം ഇങ്ങനെ ചിന്തിച്ച് കോളിംഗ് ബെല്ലടിച്ചു. ഒന്നടിച്ചു, ആരും അനങ്ങിയില്ല. പിന്നെയും അടിച്ചു. ഇച്ചിരി കഴിയുമ്പോൾ കഥവ് തുറന്നു. അമ്മ ഇങ്ങനെ നോക്കിയപ്പോൾ അച്ഛൻ. അപ്പം അമ്മയ്ക്ക് ആദ്യം മനസ്സിലായില്ല ഞാനാണോ വന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വിളിച്ചു പറഞ്ഞു. ഉടനെ അമ്മ എന്ത് ചെയ്തെന്ന് അറിയാമോ? പെട്ടെന്ന് ഞാനാണെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ എൻ്റെ കയ്യെ പിടിച്ചിട്ട് എൻ്റെ മോനെ എന്ന് ഒരൊറ്റ പഠിച്ചത്. ഞാൻ അയ്യോടുകയും എൻ്റെ കയ്യെ പിടിച്ചിട്ട് വളരെ സ്നേഹത്തോടെ ഇപ്പോൾ എൻ്റെ മോനെ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചതാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? അയ്യോ എന്ന് വെച്ചു. ഉടനെ അമ്മ ഒന്ന് മാറ്റി നിർത്തി. ദൈവമേ, അച്ഛൻ മാറ്റി വരും, വല്ല അബദ്ധം പറ്റില്ല. ഒന്നുകൂടെ എൻ്റെ മുഖത്ത് നോക്കി. അപ്പൊ ഞാൻ തന്നെയാണ്. അപ്പൊ എന്നോട് ചോദിച്ചു എന്തിനാ കാര്യം? ഞാൻ അമ്മ ഇത് കണ്ടാലും കൈ കണ്ടോ? ഇത് ചതഞ്ഞിരിക്കുകയാണ്. അമ്മക്ക് ശരിക്കും തൊട്ടത് എവിടെയാണെന്ന് അറിയാമോ? ഈ ചതഞ്ഞ കയ്യിലാണ് ഞെക്കി പിടിച്ചത്. പോയ വഴിക്ക് എനിക്കൊരു കാര്യം തിരിച്ചറിവ് കിട്ടി. എന്താണെന്നറിയാമോ? കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും മുറിവോ ചതവോ കിടപ്പുണ്ടോ? ആരെങ്കിലും സ്നേഹത്തോടെ തൊട്ടാലും പണിയും. കാരണം അവിടെ സ്നേഹത്തോടെ തൊട്ടാൽ നമുക്ക് എന്ത് വരും? നൊമ്പരം വരും. പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ സ്നേഹിക്കും. പക്ഷെ മുറിവുള്ള ഹൃദയമാണെങ്കിൽ അവർക്ക് ഈ സ്നേഹം നൊമ്പരം, അവർക്ക് വെറുപ്പ് തുടരുന്നു. അതുകൊണ്ട് പുതിയൊരു ഹൃദയം വളരെ ആവശ്യമാണ്. ശൗലിന് ദൈവം പുതിയ ഹൃദയം കൊടുത്തു. 3 കാര്യങ്ങൾ ശൗലിന് കിട്ടി. രാജ്യത്ത് കിട്ടി, ആത്മാവ് കിട്ടി, പുതിയ ഹൃദയം കിട്ടി. മാമോദീസ മുങ്ങി എല്ലാവർക്കും ഇത് 3 കിട്ടിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും രാജ്യത്തുമുണ്ട്, അല്ലേ? വെളിപാട് പുസ്തകത്തിൽ പറയുന്നു രാജാവായവർക്ക് വേണ്ടി എഴുതുന്നു. ആരാ രാജാവ്? നമ്മളൊക്കെ രാജാവ്. ദൈവത്തിന്റെ രാജ്യത്വം കിട്ടിയവരാണ് നമ്മളെല്ലാവരും. നമ്മളെല്ലാവരും രാജ്യത്വമാണ്. പത്രോസ്ലീഹ പറയുന്നു അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പൗരോഹിത്യ വർഗവുമാണ് നമ്മൾ. എല്ലാവരും രാജാക്കന്മാരാണ്. അപ്പൊ രാജ്യത്വം കിട്ടി, ആത്മാവ് നമുക്ക് കിട്ടി. പരിശുദ്ധ മോറോന്റെ അഭിഷേകത്താൽ ആത്മാവിന്റെ വരവും കിട്ടി. പിന്നെ എന്താ കിട്ടിയത്? മാമോദിസ കഴിയുമ്പോൾ പുതിയ ഹൃദയം കിട്ടി. എന്ത് കിട്ടി? ഒരു പുതിയ ഹൃദയം. പക്ഷെ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇതെല്ലാം പ്രശ്നപ്പെട്ടു. അപ്പൊ ശൗലിന് ഇതെല്ലാം കിട്ടിയപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നി. എന്ത് തോന്നി? പ്രാർത്ഥിക്കാൻ. എന്തായിരിക്കും ശൗല് പ്രാർത്ഥിച്ചത്? രാജാവാകാൻ പോവുകയാണ്. എന്തായിരിക്കും ശൗല് പ്രാർത്ഥിച്ചത്? ശൗലിന്റെ ജോലി എന്താണ്? ശൗലിന്റെ ജോലി എന്താണ്? കഴുതയെ നോക്കുക. ആരെ നോക്കുക? കഴുതയെ നോക്കുന്നവർ ഇപ്പൊ ആരെ നോക്കണം? ജനങ്ങളെ നോക്കണം. ആരെ നോക്കണം? ശരിക്കും എന്ത് ചെയ്യും? ഈ ഓസ്ട്രേലിയക്ക് വരുന്നതിന് മുന്നേ എന്താ പ്രാർത്ഥനയായിരുന്നു പറയും. എന്നെ പ്രതിവച്ച് പിടിച്ച് ചോദിച്ചു അച്ഛാ വിസ കിട്ടിയോ? വിസ കിട്ടിയോ? അപ്പൊ പ്രതിവച്ച് പറഞ്ഞു എന്റെ അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ വേറെ ആരും വിളിച്ചിട്ടില്ല. എന്തോ ഒരു പ്രാർത്ഥനയെന്നറിയാം. എന്തിനാണ്? വിസ. ഈ വിസ കിട്ടിക്കഴിഞ്ഞാലോ ഈ നൊമ്പരമുണ്ടോ? ഇല്ല. എന്തുമാത്രം പ്രാർത്ഥന നടത്തിയിട്ടാണെന്ന് അറിയാമോ ഞാൻ നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്? അറിയാമോ എത്ര നന്നായ ജീവിതം. അന്ന് ശൗലിന് ദൈവം എന്ന് പറഞ്ഞ ജീവനാണ്. അവൻ ഓരോ പ്രഭാതത്തിലും അവിടെ പോയി മുട്ടുകുത്തിയിട്ട് പറയും ദൈവമേ കഴുതയെ നോക്കുന്നവനാണ്. എനിക്ക് ജനത്തെ നോക്കാൻ അറിയത്തില്ല, എന്നോട് കരുണയാകില്ല, എനിക്ക് ഒന്നും അറിയില്ല. ദൈവം പറഞ്ഞ ഞാൻ എൻ്റെ കൂടെ ഇല്ലേ? അയം വിധിക്കുന്നു. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവ് തന്നെ. അയം വിധിക്കുന്നു. ഞാൻ എൻ്റെ കൂടെ ഉണ്ട്. എന്നെ നീ അനുസരിക്കണം, വചനം കേൾക്കണം. ശമൂവേൽ പുരോഹിതൻ എന്തു പറയുന്നുവോ അനുസരിക്കണം. ശൗലിന് പ്രാർത്ഥനയില്ലാതെ ഒരു സ്റ്റെപ്പില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കും. എന്തോ ഒരു പ്രാർത്ഥനയാണെന്ന് അറിയാം. അന്ന് ശൗലിനോട് ചോദിച്ച് ആരാ ദൈവം എന്ന് ചോദിച്ച് ഉടനെ ശൗല് പറയും എൻ്റെ ജീവനാണ്, എൻ്റെ എല്ലാം. നമുക്കറിയാത്ത ദിവസമില്ല. ഓരോ ദിവസവും എനിക്കറിയാം ദൈവമേ കഴുതയെ നോക്കിക്കൊണ്ട് നടന്നത് എങ്ങനെ എനിക്ക് ജനത്തെ നയിക്കണം?
എൻ്റെ കൂടെ വരണം. അപ്പോൾ ശൗല് പോയി സർവത്തെയും വിളിച്ച് ദൈവത്തെ വിളിച്ച് പോയിരിക്കുമ്പോൾ ജനമെല്ലാം ഇങ്ങനെ ബഹുമാനത്തോടെ നിൽക്കും. ശൗല് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ജനമെല്ലാം വളരെ ബഹുമാനത്തോടുകൂടി നിൽക്കുകയാണ്. അങ്ങനെ ശൗൽ പ്രാർത്ഥിച്ച് 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 മുന്നോട്ട് പോവുകയാണ്. ശൗലിന് ദൈവം ജീവനാണ്. പ്രാർത്ഥിച്ചാൽ നൊമ്പരമുണ്ട്, പ്രാർത്ഥിച്ചാൽ കണ്ണുനീരുണ്ട്. ഓ, പുറകോട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കണ്ണുനീരുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചാൽ ജീവനുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ദൈവം നമുക്ക് എന്തോ ഒക്കെ ആയിരുന്നു അല്ലേ? എത്ര നന്നായിട്ട് വിളിച്ചു, എത്ര ഭാരപ്പെട്ട് വിളിച്ചു, എന്തെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മെല്ലെ മെല്ലെ ശൗൽ തന്റെ രാജത്വത്തിൽ പ്രാബല്യം പ്രാപിച്ചു. ശൗലിനെ കുറിച്ച് പറയുന്നത് ഒന്ന് വായിച്ചു നോക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം എടുക്കുമ്പോൾ ശൗലിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായമാണ്, 14-ാം അധ്യായം 47-ാം വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 14-ാം അധ്യായം 47-ാം വാക്യം. ശൗൽ ഇസ്രായേലിൽ രാജത്വം ഏറ്റ ശേഷം മോവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സോബ രാജാക്കന്മാർ, ഫെലിസ്ത്യർ എന്നിങ്ങനെ ചുറ്റുമുള്ള സകല ജാതികളോടും യുദ്ധം ചെയ്തു. അവൻ ചെല്ലുന്നിടത്തൊക്കെയും യുദ്ധം ജയിച്ചു. ശൗല് പോകുന്നിടത്തൊക്കെയും എന്ത് കിട്ടി? ജയമുണ്ടായി. ശൗലിന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. എവിടേക്ക് പോകുമ്പോഴും യാഗമർപ്പിച്ച് ശമൂവേൽ പുരോഹിതനെ വിളിച്ച് യാഗമർപ്പിച്ച് തന്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തെ നന്നായി വിളിച്ച് എന്റെ ഒപ്പം വരണമേ എന്ന് നൊമ്പരപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ശൗൽ ചെല്ലുന്നിടത്തൊക്കെയും എന്നാ കിട്ടി? വിജയം കിട്ടി. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ രാജ്യത്തിന്റെ വിസ്തീർണം കൂടി. ഈ രാജ്യത്തിന്റെ വിസ്തീർണം കൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യം സംഭവിക്കും. എന്താണെന്നറിയാമോ? തിരക്കേറാൻ തുടങ്ങും. എന്തുകൂടും? തിരക്ക് വർദ്ധിക്കും. ഈ തിരക്ക് വർദ്ധിച്ച് എന്നാ പറ്റുന്നതെന്നറിയാമോ? പഴയതുപോലെ ഈ ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കാനുള്ള സമയം കിട്ടാതെ. ഇന്ന് രാജ്യത്തിന്റെ വിസ്തീർണം കൂടി, ശൗല് തിരക്കേറിയ ജീവിതമായി. ഉടനെ പഴയതുപോലുള്ള നൊമ്പരം കുറഞ്ഞു. ജനമെല്ലാം ഒരു പഴഞ്ചൊല്ല് പോലെ ഒരു കാര്യം പറയാൻ പോയി: ശൗല് ചെല്ലുന്നിടത്തൊക്കെയും ജയിക്കും, ശൗല് ചെല്ലുന്നിടത്തൊക്കെയും ജയിക്കും. ഓ, ഇപ്പൊ ശൗലിന് തോന്നി പഴയ പോലെ പ്രാർത്ഥിക്കണോ? വേണം. അപ്പൊ ശൗല് ദൈവത്തോട് പറഞ്ഞു: ദൈവമേ, തിരക്ക് കൂടി കേട്ടോ, പണ്ടത്തെ പോലെ ഒപ്പം ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, പക്ഷെ ഞാൻ ഒപ്പിച്ചെങ്കിലും ഇരിക്കുന്നുണ്ട് ഇല്ലേ? ഞാൻ അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്, കുരിശൊക്കെ വരയ്ക്കാതെ കിടക്കുന്നില്ല. പ്രിയമുള്ളവരെ, എല്ലാ തിരക്കും കുറവയുടെ തിരക്കല്ല, തിരിച്ചറിവുണ്ടാകും. ശൗലിന്റെ ജീവിതത്തിൽ തിരക്കേറിയത് ശൗലിന്റെ നാശത്തിനുള്ള തിരക്കായിരുന്നു. ശൗലിന് തിരിച്ചറിവ് വന്നില്ല. ശൗല് നോക്കിയപ്പോ തിരക്കേറി എവിടെ പോയാലും കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. അപ്പോൾ ആദ്യം മങ്ങിപ്പോയത് എന്താണെന്നറിയാമോ? പ്രാർത്ഥന മങ്ങി. ദൈവവുമായിട്ടുള്ള ബന്ധം മുറിയാൻ തുടങ്ങി. പഴയ നൊമ്പരമില്ല, കരച്ചിലില്ല, ദൈവത്തോട് ഏറ്റുപറച്ചിലില്ല, കഴുതെ നോക്കുന്നവനാണെന്നുള്ള പറച്ചിലില്ല. ഇന്ന് പറയുന്നു ഇത്രയും രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചവനാണ് ഞാൻ. ഓ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അവന് പറയാനുണ്ട്. പഴയതുപോലെയുള്ള നൊമ്പരമില്ല, പ്രാർത്ഥനയില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞോ, മറ്റു ചില ബന്ധം പടയും. അതെല്ലാവരും ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞോ, മറ്റു ചില ബന്ധങ്ങൾ ഉറപ്പായിട്ടും പടയും. ശൗലിന് ഇപ്പോൾ പ്രാർത്ഥന മങ്ങി. നോക്കിക്കേ, ദൈവത്തിന്റെ ഒരു വചനം എങ്ങനെയാണ് പറയുന്നത്? നീ എന്നോട് അടുത്ത് വന്നാൽ ഞാൻ നിന്നോടും അടുത്ത് വരും. നീ എന്നോട് അടുത്ത് വന്നാൽ ഞാൻ എങ്ങനെ വരും? നിന്നോട് അടുത്ത് വരും. 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഒരു പ്രാർത്ഥന എഴുതുകയാണ്, സ്വന്തം ജീവിതത്തിന്റെ അനുഭവം എഴുതുകയാണ്. അപ്പൊ 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറയുകയാണ്: ദൈവമേ, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനല്ലേ? നീ എങ്ങനെയാണ്? നിഷ്കളങ്കനോട് നിഷ്കളങ്കനല്ലേ? 18-ാം സങ്കീർത്തനം ഒന്നെടുക്കാം, നമുക്ക് നോക്കാം. 25-ാം വാക്യം ദാവീദ് എഴുതി: ദയാലുവായ മനുഷ്യനോട് നീ എങ്ങനെയാണ്? ദയാലു.
അങ്ങോട്ട് എങ്ങനെ ചെന്ന് നിൽക്കുന്നുവോ അതുപോലെ ദൈവം ഇങ്ങോട്ട് വരികയാണ്. നിഷ്കളങ്കനായി ഞാൻ നിൽക്കുമ്പോൾ നീ എന്റെ അടുത്ത് എങ്ങനെ വരുന്നു? നിഷ്കളങ്കനായി വരുന്നു. നിർമ്മലനായി ഞാൻ നിൽക്കുമ്പോൾ നീ എന്റെ അടുത്ത് എങ്ങനെ വരുന്നു? നിർമ്മലനായി വരുന്നു. അടുത്തത് നോക്കിക്കേ, വക്രതയോടെ ഞാൻ വന്ന് നിൽക്കുമ്പോൾ നീ എന്റെ അടുത്ത് എങ്ങനെ വരുന്നു? വക്രതയോടെ. ദൈവം സമയമില്ലാത്തവനെ നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ ദൈവം എങ്ങനെ വരുന്നു എന്നറിയാമോ? സമയമില്ലാത്തവനായിട്ട് വരുന്നു. തിരക്കേറിയവനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ദൈവം പറയും എനിക്ക് തിരക്കുണ്ടെന്ന് പറയും. നോക്കിക്കേ, ഇത് തന്നെ യാക്കോബ് ശ്ലീഹ പറയുകയാണ്. യാക്കോബിന്റെ പുസ്തകത്തിൽ യാക്കോബ് ശ്ലീഹ ഇങ്ങനെയാണ് പറയുന്നത്: നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ ചെന്നാൽ ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരും. ഒന്ന് വായിച്ചു നോക്കിക്കേ, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോടും അടുത്ത് വരും. അല്ലേ? സെന്റ് ജെയിംസ് ചാപ്റ്റർ 4:8 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മളോട് അടുത്ത് വരും. പണ്ട് ശൗല് ദൈവത്തോട് അടുത്ത് ചെല്ലുന്നു, ദൈവം നന്നായി അടുത്ത് വന്നു. അവൻ വളരെ സങ്കടത്തോടെ ചെന്നു, ദൈവം വളരെ പ്രയാസത്തോടെ നീ ഒന്നും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാൻ കടന്നിരുന്നു. അവന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇന്ന് തിരക്കേറി ദൈവം പറഞ്ഞ് എനിക്ക് ചെന്ന് തിരക്കുണ്ട്, ഞങ്ങൾക്ക് വരാമോ? പഴയതുപോലെ ദൈവം ഒപ്പം പോകുന്നില്ല. പഴയതുപോലെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ഒപ്പം പോകുന്നില്ല. അവന് തിരക്കാണ്. പ്രിയമുള്ളവരെ, പണ്ട് എല്ലാ യുദ്ധത്തിനു മുമ്പും ബലി അർപ്പിച്ചതിന് ശേഷമാണ് അവൻ പോകുന്നത്. ഇന്ന് നോക്കിക്കേ, അതിന് പോലും സമയമില്ല. ബലി അർപ്പിക്കാൻ പോലുള്ള സമയമില്ല. അതാണ് ശൗലിന്റെ ആദ്യത്തെ തകർച്ച. ബലിപീഠത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. ബലിപീഠത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. 13-ാം അധ്യായം വായിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ശൗൽ രാജാവായിരുന്നപ്പോൾ അവന് 30 വയസ്സാണ്. അവൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഫെലിസ്ത്യർ യുദ്ധത്തിനായിട്ട് വരുന്നു. ആരാണ് വരുന്നത്? ഫെലിസ്ത്യർ. നിസ്സാരന്മാരല്ല. ആരായി ഫെലിസ്ത്യർ എന്ന് നമുക്കറിയാം. ഫെലിസ്ത്യനായ ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു മല്ലനുണ്ട്. അതിനകത്ത് അവൻ പല ജനത്തെല്ലാം എല്ലാം തകർത്തിട്ട് വന്നതെന്ന് അറിയാം. ഫെലിസ്ത്യർ യുദ്ധത്തിനായിട്ട് വരികയാണ്. അവിടെ ശമൂവേൽ പുരോഹിതനോട് പറഞ്ഞു, പുരോഹിത, പണ്ടത്തെ പോലെയല്ല, ഇത് ഇച്ചിരി പണി കിട്ടുന്ന ജീവിതമാണ്. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരു ബലി അർപ്പിക്കണം. പുരോഹിതൻ പറഞ്ഞു, ശൗലേ, പഴയ പോലെ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് പ്രായമായി, ക്ഷീണമുണ്ട് ശരീരത്തിന്, പനി പോലെ എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു 7 ദിവസം നീ അവധി തരണം. അത്രയ്ക്ക് ക്ഷീണമുണ്ട് എനിക്ക്. 7 ദിവസം കഴിയുമ്പോൾ ഞാൻ വന്ന് ബലി അർപ്പിക്കാം. നോക്കിക്കേ, 7 ദിവസം കഴിയുമ്പോൾ ഞാൻ വന്ന് ബലി അർപ്പിക്കാം. നമുക്ക് അടുത്തത് വായിക്കാം. 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ശമൂവേൽ നിശ്ചയിച്ച അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നു. ശമൂവേൽ പറഞ്ഞതനുസരിച്ച് ശൗൽ രാജാവ് 7 ദിവസം കാത്തിരുന്നു. അവധി തീർന്നു. ശമൂവേൽ വരുമെന്ന് പറഞ്ഞെങ്ങനെയിരുന്നു? ജനമെല്ലാം ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അച്ഛൻ വരുന്നില്ല. കുമ്പസാരിക്കാൻ വന്നവർ പതുക്കെ സ്ഥലം വിട്ടു. ഓരോരുത്തരും വണ്ടിയെടുത്ത് സ്ഥലം വിടുകയാണ്. അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഇതേ സംഭവം എവിടെ നടന്നു? അവിടെ നടക്കുകയാണ്. അപ്പോൾ ശൗല് മനസ്സിൽ ഇങ്ങനെ ഓർത്തു, ജനമെല്ലാം സ്ഥലം വിടാൻ തുടങ്ങിയാണല്ലോ, ശരിയാവത്തില്ല. ഉടനെ ജനം ചിതറാതിരിക്കാൻ വേണ്ടി ശൗല് ഒരു കാര്യം ചെയ്തു. കൈയടിച്ചിട്ട് പറഞ്ഞു, എവിടെ ബലി അർപ്പണത്തിനുള്ള സാധനങ്ങളെല്ലാം എവിടെ? ഉടനെ ആൾക്കാർ പറഞ്ഞു, ഇവിടെ കാളെ സാധനമൊക്കെ റെഡിയാണ്, ബലി അർപ്പിക്കാനുള്ള എല്ലാ വസ്തുക്കളും ഇവിടെയുണ്ട്. ശൗൽ ഇങ്ങനെ ആലോചിച്ചു, എടാ, ഈ പണി നമുക്ക് എത്ര കുർബാന നമ്മൾ കണ്ടിട്ടുള്ള, ഇതൊക്കെ ചൊല്ലാൻ നമുക്ക് അറിയാം, ഇതെല്ലാം നമുക്ക് അറിയാം. ഈ പരിപാടി ഇതൊക്കെ വളരെ നിസ്സാരമാണ്. നമ്മുടെ അകപ്പാടിയിൽ അച്ഛന്മാരില്ലായിരുന്ന കാലത്ത് മാമോദിസ മുക്കിയിട്ടുള്ള നമ്മുടെ പൂർവീകരുണ്ട്. അച്ഛന്മാരൊന്നും ഇല്ല അവിടെ. എന്താ ചെയ്യാതെ കൊച്ചുണ്ടായി വീശ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പം പിടിച്ചിട്ട് ഇത്ര നാളായിട്ട് മാമോദിസ മുക്കിയില്ലേ, വെല്ലുമ്പം പിടിച്ചിട്ട് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പള്ളി തുറന്നു കുറെ വെള്ളം വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അവനെ മുക്കിയിട്ട് പറഞ്ഞു, നീ എടാ മത്തായിയാന്ന് പറഞ്ഞു. അവന് പേര് കിട്ടു. അത് കഴിഞ്ഞ് പിന്നീട് അച്ഛന്മാരൊക്കെ വന്നപ്പോൾ പിന്നെ ഇവരെ മാമോദിസ മുക്കേണ്ടി വന്നു. അന്നത്തെ കാലത്ത് മാമോദിസ മുക്കിയിട്ടുണ്ട്, ശവടക്കിയിട്ടുണ്ട്. അപ്പോൾ ശൗൽ ഇങ്ങനെ നോക്കിയപ്പോൾ എന്താ പറ്റിയെന്ന് അറിയാമോ? ഇതൊക്കെ എത്ര കണ്ടിട്ടുണ്ട്, ഈ സമയം ഇത് ചെയ്യുന്ന ഞാൻ അടുത്തതെല്ലാം ഇത് ഇത്ര കാര്യങ്ങളുള്ളൂ. ഉടനെ ശൗൽ പറഞ്ഞു, ബലിയർപ്പണത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു പുരോഹിതൻ മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ ജനം ചിതറാതിരിക്കാൻ വേണ്ടി വളരെ നിസ്സാരത്തോടെ മേടിച്ചിട്ട്
ജനത്തിന്റെ മുമ്പാകെ ബലിയർപ്പിച്ചപ്പോൾ ജനമെല്ലാം പറഞ്ഞു, ഓ ശൗൽ രാജാവ് മാത്രമല്ല ഞങ്ങളുടെ പുരോഹിതനും കൂടിയാണ്. ഓ പേരൊക്കെ കൂടി, ഞങ്ങളുടെ സ്വന്തം ആളാന്ന് പറഞ്ഞു. ശൗൽ ഇച്ചിരിയുടെ പൊങ്ങി. പ്രിയമുള്ളവരെ, ഇതങ്ങോട്ട് ബലി അങ്ങനെ തീരുന്ന സമയത്ത് ശമൂവേൽ പുരോഹിതൻ പാവം ഇങ്ങനെ വെച്ച് വരികയാണ്. നോക്കുമ്പോൾ ബലിയെല്ലാം കഴിഞ്ഞു. ശമൂവേൽ പുരോഹിതൻ തലയിൽ കൈവച്ചു. ഓ, ഒരു പുരോഹിതന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എത്ര നിസ്സാരമായിട്ട് ശൗൽ ചെയ്തിരിക്കുന്നു. ഉടനെ പുരോഹിതനൊന്ന് പ്രാർത്ഥിച്ചു. ദൈവം പുരോഹിതനോട് പറഞ്ഞു, ശൗലിന്റെ തലയിൽ നിന്ന് രാജത്വം പോയി, അത് ഞാൻ മാറ്റി. അവന്റെ തലയിൽ ഇനി രാജത്വം നിൽക്കത്തില്ല. ഉടനെ ശമൂവേൽ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ അങ്ങനെ പെട്ടെന്ന് മാറ്റിയാൽ എന്താ? അപ്പോ ദൈവം പറഞ്ഞു, അങ്ങനെ പെട്ടെന്നല്ല, രാജ്യത്വം പോയാലും കുറെ വർഷം കൂടി അവൻ രാജാവായിട്ട് ഇങ്ങനെ വിലസും ഒരു കുഴപ്പം വരത്തില്ല. അവന്റെ രാജ്യത്വം തലയിൽ നിന്ന് പോയെന്ന് പറഞ്ഞാലും കുറെ നാളുകൂടി അവൻ രാജാവായിട്ടിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? അവനെ തെരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവനെ കൊണ്ട് ഞാൻ എന്നതെല്ലാം ചെയ്യിപ്പിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു. അവനെ കൊണ്ട് അതെല്ലാം ഞാൻ ചെയ്യിപ്പിച്ചിട്ടേ അവനെ ഞാൻ മാറ്റി. പക്ഷേ